Hi friends, Geek No Malayalam Tech Channel like എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ചൈനയിൽ ഇന്ന് ലോഞ്ച് ചെയ്ത Realme X എന്ന ഡിവൈസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് Realme Xന്റെ സ്പെസിഫിക്കേഷൻസ്, കാര്യങ്ങൾ എന്താണ് Realme X എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോഴേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് ഫോണുകളാണ് റിയൽമി ഇന്ന് ചൈനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, റിയൽമി എക്സും റിയൽമി എക്സ് ലൈറ്റും. റിയൽമി എക്സ് ലൈറ്റ് എന്നത് നമ്മുടെ ഇവിടെ അവതരിപ്പിച്ച റിയൽമി 3 Pro പേര് മാറ്റി റിയൽമി എക്സ് ലൈറ്റ് എന്ന പേരിലാണ് ചൈനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. റിയൽമി എക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ എക്സ്പെക്റ്റേഷനെല്ലാം വെച്ചതാണ്, നമുക്ക് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചതാണ്. സ്നാപ്ഡ്രാഗൺ 855 എന്ന പവർഫുൾ ചിപ്സെറ്റ് വെച്ചിട്ടാണ് റിയൽമി എക്സ് പുറത്തിറങ്ങുന്നത്. പക്ഷേ അതൊക്കെ പാടെ തെറ്റിയിരിക്കുകയാണ്. നമുക്ക് റിയൽമി 3 Proയിൽ ലഭിച്ച അതേ സ്നാപ്ഡ്രാഗൺ 710 ചിപ്സെറ്റ് വെച്ചിട്ട് തന്നെയാണ് റിയൽമി എക്സ് ചൈനയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. നമ്മുടെ റിയൽമി 3 Proയും റിയൽമി എക്സും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമുക്ക് റിയൽമി 3 Proയിൽ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ലഭിക്കുന്നില്ല, പക്ഷേ റിയൽമി എക്സിൽ നമുക്ക് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് റിയൽമി എക്സിൽ ലഭിക്കുന്നു. ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്, നോച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. റിയൽമി എക്സിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 48 മെഗാ സോണി IMX 586 1.7 അപ്പറേച്ചർ പ്രൈമറി സെൻസറാണ് പിന്നിൽ ലഭിക്കുന്നത്. വെർട്ടിക്കലായിട്ട് മിഡിലാണ് ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ 5 മെഗാ 2.4 അപ്പറേച്ചർ ഡെപ്ത് സെൻസറും നൽകിയിരിക്കുന്നു. LED ഫ്ലാഷും കൂടെയുണ്ട് ബാക്ക് സൈഡിൽ. ഗ്ലോസി സ്പൈസ് ബ്ലൂ കളറിലാണ് നമുക്ക് വേരിയൻ്റ് ലഭ്യമായിരിക്കുന്നത്. നല്ലൊരു ഫിനിഷോട് കൂടിയാണ് റിയൽമി അത് വർക്ക് ചെയ്തിരിക്കുന്നത്. റിയൽമി എക്സിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. 16 മെഗാ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. f2.0 അപ്പറേച്ചർ സോണി 471 സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. മികച്ചൊരു സെൽഫി ഷൂട്ടർ ആയിരിക്കും നമുക്ക് 16 മെഗാ സോണി സെൻസർ. മറ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് റിയൽമി 3 Proയിൽ ലഭിച്ചിരിക്കുന്ന അതേ ക്യാമറ ഫീച്ചേഴ്സാണ് നമുക്ക് റിയൽമി എക്സിൽ ലഭിക്കുന്നത്. 960 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം, 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം. EAS ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്രോമ ബൂസ്റ്റ് ഉണ്ട്, അൾട്രാ HD മോഡ് ഉണ്ട്, നമുക്ക് പിന്നെ നൈസ്കേപ്പ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി റിയൽമി 3 Proയിൽ നമുക്ക് ലഭ്യമായ ക്യാമറ ഫീച്ചേഴ്സൊക്കെ റിയൽമി എക്സിലും നമുക്ക് ലഭ്യമാണ്. 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത് റിയൽമി എക്സിൽ. അതുകൊണ്ട് തന്നെ മികച്ച വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആയിരിക്കും അത്. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് റിയൽമി എക്സിൽ ലഭിക്കുന്നു. റിയൽമി എക്സിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വൂക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നു. വൂക്ക് 3.0 ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നമുക്ക് USB Type-C പോർട്ടാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. റിയൽമി യൂസേഴ്സിൻ്റെ കാര്യങ്ങളായിട്ടുള്ള റിയൽമിയോടുള്ള ഒരു ആവശ്യമായിരുന്നു നമുക്ക് വോക്ക് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വിത്ത് USB Type-C പോർട്ടോടുകൂടി ലഭിക്കണം എന്നുള്ളത്. അതിവിടെ സാധിച്ചിരിക്കുകയാണ് റിയൽമി എക്സിൽ. 3765 mAh ബാറ്ററിയാണ് നമുക്ക് റിയൽമി എക്സിൽ ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ സാധ്യതയില്ല. കൂടാതെ സ്നാപ്ഡ്രാഗൺ 710 ആണ്, 10 നാനോമീറ്റർ പ്രോസറാണ്. അതും ഒരു ബെനിഫിറ്റാണ് നമുക്ക് റിയൽമി എക്സിൻ്റെ കാര്യത്തിൽ. ഇന്ന് ചൈനയിൽ പുറത്തിറങ്ങിയ റിയൽമി എക്സ് വേരിയൻറ്റിൽ നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല, ഡുവൽ സിം സ്ലോട്ട് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യൻ വേരിയൻറ്റിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൂടിയായിരിക്കും പുറത്തിറങ്ങുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ എല്ലാ റിയൽമി ഡിവൈസും നമുക്ക് ട്രിപ്പിൾ സ്ലോട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് 2 സിം ഇടാം, ഒരു മെമ്മറി കാർഡും ഇടാം. ഇതും അതേ പാത പിന്തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 മെമ്മറി വേരിയൻറ്റിലാണ് റിയൽമി എക്സ് ചൈനയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. 4GB 64GB 6GB 64GB 8GB 128GB എന്ന് 3 വേരിയൻറ്റിലാണ് റിയൽമി എക്സ് ചൈനയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. 4GB 64GB ചൈനീസ് വില ഇന്ത്യൻ വിലയായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 15,300 രൂപയാണ് വരുന്നത്. 6GB 64GB ഇന്ത്യൻ വിലയായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 16,300 രൂപയാണ് വരുന്നത്. 8GB 128GB ഇന്ത്യൻ വിലയായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 18,300 രൂപയാണ്. റിയൽമി എക്സും റിയൽമി 3 Proയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് റിയൽമി 3 Proയിലുള്ള കുറേ ഫീച്ചേഴ്സുകൾ അതേ പ്രോസസർ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിയൽമി എക്സിലും വരുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചെറിയ വ്യത്യാസം, സെൻസറുകളിലുള്ള ചെറിയ വ്യത്യാസം, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് എക്സിൽ ലഭിക്കുന്നു. കൂടാതെ Type-C പോർട്ട് ലഭിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സും 3 Proയും തമ്മിൽ. റിയൽമി എക്സിന് റിയൽമി 3 Proയെ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമി 3 Proൻ്റെ ചെറിയൊരു അപ്ഗ്രേഡാണ് റിയൽമി എക്സ് എന്ന ഫോൺ. അതുകൊണ്ട് തന്നെ റിയൽമി 3 Proയ്ക്ക് റിയൽമി നൽകിയ പോലത്തെ കോമ്പറ്റീറ്റീവായ പ്രൈസോട് കൂടിയാണ് റിയൽമി
എക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ വൻ സക്സസ് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറോട് കൂടിയൊക്കെയാണ് ഫോൺ പുറത്തിറങ്ങാനിരിക്കുന്നത്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ റിയൽമി എക്സ് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.